നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി ആദ്യം പടർന്നു പിടിച്ചത് ചൈനയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 5 വർഷത്തിനു ശേഷം മറ്റൊരു വൈറസ് കൂടി ചൈനയെ ബാധിച്ചിരിക്കുകയാണ്. ഇത്തവണ കോവിഡിന് സമാനമായ ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ആണ് ചൈനയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. കോവിഡ് പടർന്നപ്പോൾ അനുഭവിച്ച അതേ ആശങ്ക തന്നെയാണ് ഇപ്പോഴും ചൈനയുടെ സ്ഥിതി. അതിവേഗമാണ് ഈ വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്നത്. രോഗികളെ കൊണ്ട് ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മരണങ്ങൾ സംഭവിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ ഇൻഫ്ലുവൻസ എ, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ, COVID-19 തുടങ്ങിയ മറ്റ് രോഗങ്ങളും ചൈനയിൽ പടർന്നു പിടിക്കുകയാണ്. കോവിഡിന് സമാനമായി പനി പോലെയുള്ള ലക്ഷണങ്ങളാണ് ഈ വൈറസിനും ബാധിച്ചവരിലും കണ്ടുവരുന്നത്. ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികളുടെ പല വശങ്ങളും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എങ്ങനെ ഈ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാം എന്നതിൽ വ്യക്തത നേടാൻ കഴിയാത്തതും ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കുട്ടികളിൽ ന്യൂമോണിയയും വർദ്ധിക്കുന്നുണ്ട്. ഇതും വലിയ ആശങ്കയിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒരു RNA വൈറസാണ് HMPV വൈറസ്. ന്യൂമോണിയ റിപ്പോർട്ട് ന്യൂമോവിരിഡെ കുടുംബത്തിലെ മെറ്റാനിമോ വൈറസ് വർഗത്തിൽപ്പെട്ട വൈറസാണിത്. 2001 ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തുന്നത്. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെയാണ് ഇതിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഈ വൈറസ് നിലനിൽക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് കാരണമായ ലോകം മുഴുവൻ ഈ വൈറസ് വ്യാപിച്ചിട്ടുണ്ടെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. പ്രധാനമായും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന കണികകളിലൂടെയാണ് ഈ വൈറസ് പടരുന്നത്. രോഗബാധിതരായ വ്യക്തിയുമായുള്ള സമ്പർക്കത്തിലൂടെയും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലൂടെയും ഈ രോഗങ്ങൾ പകരാം. 3 മുതൽ 5 ദിവസം വരെയാണ് ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ്. ഈ രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധശേഷി ദുർബലമാണ് എന്നതാണ് കണ്ടെത്തൽ. ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. വസന്തകാലത്തും ശൈത്യകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം നടക്കുക. കുട്ടികളിലും പ്രായമായവർക്കുമാണ് ഈ രോഗങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം. വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ശ്രദ്ധിക്കുക. മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്.